നമ്മൾ വികാരമില്ലാത്ത ഒരു ജീവിനെ വികാരം കൊണ്ടുവരില്ലേ, അതേ ഒരു ഫീല്. പക്ഷെ സംഭവം ടേസ്റ്റ് ആണ്. ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് നമ്മൾ നോയമ്പേക്കും തുടങ്ങില്ല. അപ്പൊ നമ്മുടെ ചിപ്പൂസ് എന്തോ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് കോഴിപ്പിടി എന്ന് പറയുന്ന സാധനം. അപ്പൊ ഇതെങ്ങനെ കഴിക്കാം? സംഭവം ഏകദേശം നമ്മൾ കുറുക്ക് കഴിക്കുന്ന ഒരു കുറുക്കല്ല, എന്താ പറയാ, നമ്മൾ ഈ റാഗിയുടെ ഇത് കഴിക്കും, നാടൻ കോഴി. അതേ ഒരു ഫീല് ഞാൻ മുമ്പ്. അപ്പൊ ഇത് നമ്മുടെ നോയമ്പിന് മുമ്പുള്ള ഉണ്ടാക്കുന്ന ഒരു സംഭവമാണെന്ന് പറയണേ. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചിപ്പൂസ് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇത് നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ദിവസം മുമ്പ് കാണിക്കേണ്ടതായിരുന്നു. പക്ഷെ ഞങ്ങൾ പെട്ടെന്നായിരുന്നു ഇങ്ങനത്തെ ചിപ്പൂസ് അത് ഉണ്ടാക്കി എന്നെ രാത്രി ഇത് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാണ്. അപ്പൊ ഇത് നിങ്ങളും ഇത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടെ. അപ്പൊ അത് ചിപ്പൂസ് ഉണ്ടാക്കി നിങ്ങൾ കാണിച്ചു തരാം. അതുപോലെ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കഴിക്കാവുന്ന ഒരു സംഭവമാണ്. ഹായ് കൂട്ടുകാരെ, ഇച്ചായന്റെ ചിപ്പൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിടിയും കോഴിക്കറിയുമാണ്. അപ്പോൾ ഇത് നമ്മള് കിഴക്കൻ മേഖലയുടെ പരമ്പരാഗത രീതിയിലുള്ള ഒരു വിഭവം തന്നെയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമ്മള് ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളിയും 2 ചുവന്നുള്ളിയും 1/4 സ്പൂണ് നമ്മള് ചെറിയ ജീരകം ഇതിലേക്ക് എടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. നമ്മള് നന്നായിട്ട് ചതച്ചെടുത്തു. ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് പകർത്തിയതിനു ശേഷം അത് നമ്മൾ മാറ്റി വെക്കണം. ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1 കപ്പ് നമ്മള് അരിപ്പൊടി എടുക്കാണ്. പിന്നെ അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങ ചിരകിയതാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലായിടത്തും അങ്ങനെ യോജിപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതും നമ്മള് മാറ്റി വെക്കാണ്. ഇനി നമുക്ക് ഒരു സോസ് പാൻ എടുക്കാം. അതിലേക്ക് 2 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് തിളപ്പിക്കാനായിട്ട് വെക്കാം. തിളച്ചു കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഈ ചതച്ചു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, വെളുത്തുള്ളി, ചെറിയ ജീരകം ഒക്കെ ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് നേരത്തേക്ക് തിളയ്ക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യണം. അപ്പൊ 1/2 സ്പൂൺ ഉപ്പാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നേരത്തെ നമ്മള് തേങ്ങയും അരിപ്പൊടിയും ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ സ്റ്റീൽ പാത്രത്തിലേക്ക് പകർത്താണ്. ഇത് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എളുപ്പത്തിന്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിയതിനു ശേഷം ആ ചൂടോട് കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് അത് കുഴച്ചെടുക്കണം. നമ്മള് കോഴിക്കോട്ടേക്കൊക്കെ ഉണ്ടാക്കില്ലേ, ആ രീതിയിൽ നന്നായിട്ട് അങ്ങനെ കുഴച്ചെടുക്കാം. അത് കഴിഞ്ഞ് ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മള് ഇങ്ങനെ ആക്കിയെടുക്കണം. അപ്പൊ നമ്മള് ഒരു നെല്ലിക്കയുടെ ഒക്കെ വലിപ്പം ഏകദേശം അതിന്റെ ഒരു വലിപ്പത്തില് നമ്മളിങ്ങനെ ഉരുളകളൊക്കെ ആക്കി എടുത്ത് വെക്കണം. അപ്പൊ ഏകദേശം ഒരു 40 ഉണ്ടകൾ നമുക്ക് കിട്ടും. ഇനി അടുത്തതായിട്ട് നമുക്ക് അരിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ ആണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മള് തേങ്ങ ചിരകിയത് 1/2 കപ്പും നമ്മള് വെള്ളം 1/4 കപ്പും ആണ് ഇതിലേക്ക് എടുക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് ലാസ്റ്റ് നമുക്ക് കുറുക്കാനായിട്ട് ആവശ്യമായി വരും. നമ്മൾ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒപ്പം കുറുക്കാനായിട്ട് ഇത് ആവശ്യമാണ്. ഇനി നമ്മളെ വേവിക്കാനായിട്ടാണ് പോകുന്നത്. അതിനായിട്ട് നമ്മൾ 4 കപ്പ് വെള്ളം നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ഉപ്പാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. ഇനി വെളുത്തുള്ളി, ചുവന്നുള്ളിയും ചെറിയ ജീരകവും നമ്മൾ തിളപ്പിച്ചെടുത്ത വെള്ളം ബാക്കി ഇരിക്കുന്നുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കാം. തിള വരുന്നതോട് കൂടിയിട്ട് നമുക്ക് ഓരോ ഉരുളകളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം.
എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് 10 മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കണം. അതല്ലാതും വെന്ത് കിട്ടാനായിട്ട്. ഇപ്പൊ തള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഒട്ടി പിടിച്ചിരിക്കുന്ന വല്ല ഉണ്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അടർത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ചെറിയ രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ 10 മിനിറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കുറുക്കി എടുക്കാനുള്ള തേങ്ങയും അരിപ്പൊടിയും ഒക്കെ ഇട്ട് തിരുമ്പി വെച്ചിട്ടുള്ളത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. നമുക്ക് നന്നായിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. കുറുകി 5 മിനിറ്റ് കഴിഞ്ഞ് ഇത് നമുക്ക് ഓഫ് ആക്കാം. ഇതാണ് നമ്മുടെ കോഴിപ്പിടി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കോഴിക്കറി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും കൂട്ടി ഇത് പിടിപിടിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ.